കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD 6 മലയാളം 1 ഫസ്റ്റ് അല്ലേ? കേരള പാഠാവലി എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം ഈ വർഷം ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. 6 പ്രവർത്തനങ്ങളാണുള്ളത്. എപ്പോഴും ഉള്ളതുപോലെ 6 പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം കണ്ടെത്താം എന്നുള്ളതായിരുന്നു. അതിൽ ശ്യാമമുരളി എന്ന ഒരു കവിതയിൽ നിന്നുമാണ്, സുഗതകുമാരിയുടെ ശ്യാമമുരളി എന്ന ഒരു കവിതയുടെ ഒരു ഭാഗമാണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുഴലൂതിടുന്നോൻ കറുമ്പൻ ഒരുവനീ മലയിൽ കളിച്ചു നടന്നിടുന്നു, കുഴലിന്റെ 1-ാം തുള രാധ രാധ എന്നൊരു ജപം പോലെ വിളിച്ചിടുന്നു. ഇങ്ങനെ പോകുന്ന ഒരു കവിതയാണ്. ഇതിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ആരാണ് കുഴലൂതിയിടുന്നത്? ആരാണ് കുഴലൂതിയിടുന്നത്? രാധയാണോ, കൃഷ്ണനാണോ, ഭൂമിയാണോ, കാറ്റാണോ? ആരാണ്? നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതിയായിരുന്നോ? കുഴലൂതിയിടുന്നോ കറുമ്പൻ ആരാ? കൃഷ്ണനാണല്ലേ. ഒന്നാമത് ഉത്തരം കൃഷ്ണൻ എന്നായിരുന്നു. ഗാനം കേട്ട് ഉറക്കമില്ലാതാകുന്നത് ആർക്ക്? ഗാനം കേട്ട് ഉറക്കമില്ലാതാകുന്നത് ആർക്ക്? പൈകൾക്ക്, കാറ്റിന്, ഭൂമിക്ക്, രാധയ്ക്ക്. ആർക്കാണ് ഗാനം കേട്ട് ഉറക്കമില്ലാതാകുന്നത്? ആർക്ക്? ഭൂമിയെ നിർനിദ്രയാക്കിയിടുന്നു. അപ്പോൾ ആരാ? ഭൂമി. ആരാ? ഭൂമിക്കാണ് കേട്ടോ. രണ്ടാമത്തെ ആൻസർ ഭൂമിക്ക്. കരിങ്കുഴലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? മൂന്നാമത്തെ ചോദ്യം, കരിങ്കുഴലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? കറുത്ത മുടിക്കെട്ട്, പുല്ലാങ്കുഴൽ, കാട്, സുന്ദരികൾ. ഇവിടെ നോക്കി, കുഴലിന്റെ 3-ാം തുള തൊടുമ്പോൾ കരിങ്കുഴലുകൾ കെട്ടഴിഞ്ഞൂർന്നിടുന്നു. അപ്പൊ കെട്ടഴിഞ്ഞൂർന്നിടുന്നത് എന്താ? കറുത്ത മുടിക്കെട്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കറുത്ത മുടിക്കെട്ട്. നാലാമത്തേത്, മാറ്റൊലി കൊണ്ടിടുന്ന ഗാനത്തെ ഓരോ വീട്ടിലും എത്തിക്കുന്നത് ആര്? ഇവിടെ ഉണ്ടല്ലോ, മലകളിൽ മാറ്റൊലി കൊണ്ടിടുന്നു, കാറ്റത് കൊണ്ടു കൊടുക്കുന്നിതോരോരോ വീട്ടിലും. കാറ്റത് കൊണ്ടു കൊടുക്കുന്നിതോരോരോ വീട്ടിലും. അപ്പോൾ ആരാ? കാറ്റ്. മാറ്റൊലി കൊണ്ടിടുന്ന ഗാനത്തെ വീട്ടിലെത്തിക്കുന്നത് ആരാ? കാറ്റ്. വേണുഗാനം കേൾക്കുന്ന യമുനയുടെ അവസ്ഥ എന്തായിരുന്നു? 4-ാം തുള തൊടുന്നേരത്തു നിശ്ചലം മേവുന്നു പായും യമുന പോലും. പായുന്ന യമുന 4-ാം തുള തൊടുമ്പോൾ നിശ്ചലമേവുന്നു, നിശ്ചലമാകുന്നു. അപ്പോൾ കാതോർത്തു നിൽക്കുന്നു, ഒഴുക്ക് നിലയ്ക്കുന്നു, ഉറങ്ങിപ്പോകുന്നു, കളിച്ചു നടക്കുന്നു. എന്താ ചെയ്യുന്നേ? ഒഴുക്ക് നിലയ്ക്കുന്നു. അപ്പോൾ 5 ക്വസ്റ്റ്യനും ഉത്തരം കിട്ടിയല്ലോ. ശരിയാണോ? നിങ്ങൾ എഴുതിയിട്ടുള്ളത് ശരിയാണോ? യെസ്, ഓക്കെ. പ്രവർത്തനം 2, ആസ്വാദനക്കുറിപ്പ്. ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ ഒത്തിരി ക്ലാസ്സുകൾ, ഒത്തിരി പ്രാവശ്യം നിങ്ങളുടെ ടീച്ചർ എഴുതിച്ചിട്ടാണ്, ക്ലാസ്സിലൊക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ് അല്ലേ? എ ജയകൃഷ്ണന്റെ ആസ്വാദനക്കുറിപ്പിൽ എഴുതാനുള്ള ഒരു പാട്ട് എന്ന കവിതയാണ്. പാടുകയാണ് ഒരു പക്ഷി, ഞാനത് കേട്ട് ലയിക്കുന്നു, പേരറിയാത്തൊരു പക്ഷി, അതിൻ്റെ വീടും അറിയില്ല, പുഴയുടെ തീരത്താകാം വീട്, മലയുടെ നെറുകിലയിലാവാം, കാട്ടിൻ പൊത്തിലുമാകാം, കൂട് മറന്നു പറന്നതുമാകാം, പാട്ടുകളെല്ലാം പുഴയിൽ നീതി അണഞ്ഞതുപോലെ തന്നെ, കാട്ടിനുള്ളിൽ കേൾക്കും ചോല ജിലിക്കണ പോലെ തന്നെ, മലയുടെ മുകളിൽ പെയ്യുതിമിർക്കും പെരുമഴ പോലെ തന്നെ. അപ്പോൾ ഒരു പാട്ട് എന്നൊരു കവിത. ഈ കവിതയിൽ
പക്ഷിയുടെ പാട്ടിനെ മനോഹരമായി എ ജയകൃഷ്ണൻ വർണ്ണിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കവിതയുടെ ആശയം, പ്രയോഗ ഭംഗി, നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു എ പാർട്ട്. പ്രവർത്തന 2-ലെ എ പാർട്ട് നിങ്ങൾ നല്ലതുപോലെ ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള വരികളാണ്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ജീവനുള്ള പാട്ട് നിങ്ങൾ പഠിച്ചതാണ് എന്ന കവിത എഴുതിയത് ആര്? ജീവനുള്ള പാട്ട് എന്ന കവിത എഴുതിയത് ആര്? വള്ളത്തോൾ, ജി കുമാരപിള്ള, സുഗതകുമാരി. ആരാണ്? ജി കുമാരപിള്ള. ജീവനുള്ള പാട്ട് എന്ന കവിത എഴുതിയത് ജി കുമാരപിള്ള. ഓക്കെ. പ്രവർത്തനം 3, അതിൽ എ ക്വസ്റ്റ്യൻ, കഥാപാത്ര നിരൂപണം. ആരെക്കുറിച്ചാണ്? പപ്പുവിന്റെ റിക്ഷ തട്ടി വീണ ലക്ഷ്മിയെ കുറിച്ചാണ്. ലക്ഷ്മിയെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലേ? കാരണം നിങ്ങൾ കഥ വായിച്ചതാണ്. ലക്ഷ്മിയുടെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളെ ആകർഷിച്ചത്? സ്വന്തം നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ലക്ഷ്മിയുടെ പ്രത്യേകത എന്തൊക്കെയാ? അത്താഴത്തിനുള്ളതാ അമ്മ എന്നെ തല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയായപ്പോഴൊരു ചട്ടി പച്ചോളം കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ലക്ഷ്മി. ഇനി എന്നെ ഉരുട്ടിയിടോ, അവള് ചിരിച്ചു. ഇതൊക്കെ ആരാ? ലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ്. ഇതുപോലെ ലക്ഷ്മിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് എന്ത് ചെയ്യാം? 2 എണ്ണം ഇവിടെ എഴുതാനുണ്ട്. എഴുതിയ ശേഷം എന്ത് ചെയ്യണം? കഥാപാത്ര നിരൂപണം നിങ്ങൾ തയ്യാറാക്കണം. ആദ്യം നിങ്ങൾക്ക് എഴുതാനുള്ള ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോ ലക്ഷ്മിയെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, അത് നിങ്ങളിവിടെ എഴുതുക. അതിനുശേഷം കഥാപാത്രത്തെ സ്വഭാവം എന്താണ്? ആദ്യം നിങ്ങൾ എഴുതാനുള്ളത് ഏത് കഥയിലുള്ളതായിരുന്നു? ലക്ഷ്മി ഏത് കഥയിലെ കഥാപാത്രമാണ്? ലക്ഷ്മിയുടെ പ്രത്യേകത എന്താണ്? ലക്ഷ്മി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഈ കഥയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സ്വഭാവം എന്താണ്? ലാസ്റ്റ് എന്താണ് സംഭവിച്ചതൊക്കെയാണ് കഥാപാത്ര നിരൂപണമായി എഴുതാനുണ്ടായിരുന്നത്. അതായിരുന്നു പ്രവർത്തനം 3 എ പാർട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇനി പ്രവർത്തനം 4, പ്രവർത്തനം 3-ൽ തന്നെ ബി പാർട്ട് ഉണ്ട്. ബി പാർട്ട് എന്താണ്? വഴിയാത്രക്കാർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വഴിയാത്രക്കാർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പാന്തർ, നിബിഡം, സ്തബ്ദർ. ഇങ്ങനെ 3 വാക്കുകളാണുള്ളത്. പാന്തർ, നിബിഡം, സ്തബ്ദർ. ഇതിൽ ഏതാണ് വഴിയാത്രക്കാർ എന്നർത്ഥം വരുന്ന വാക്ക്? ഏതാണ്? പാന്തർ. ഏതാ? പാന്തർ. ശരിയാണോ? യെസ്. ഓക്കെ. പ്രവർത്തനം 4 വിശകലന കുറിപ്പ് എഴുതാനായിരുന്നു അല്ലേ? പ്രവർത്തനം 4 വിശകലന കുറിപ്പ് എഴുതാനായിരുന്നു. ചുറ്റിലും തണലേകുവാൻ വൃക്ഷമേൽക്കുന്നു വെയിൽ, നല്ലത് ചെയ്യുവാനത്രേ സന്ദർഭമീ ലോകത്തിൽ, നന്മ തോന്നിയിടുവാൻ മനം നന്മ ചെയ്യുവാനുടൽ, നന്മകൾ നട്ടു കൊയ്യുവാൻ കേദാരം സ്വജീവിതം. കേദാരം എന്ന് പറഞ്ഞാൽ വയലാണ്. വയൽ എന്താണ്? വയൽ ചെയ്ത ത്യാഗവും അതുപോലെ വൃക്ഷം ചെയ്യുന്ന ത്യാഗവും. വൃക്ഷം എന്ത് ത്യാഗമാണ് ചെയ്യുന്നത്? വെയിലിൽ നിന്നും തടയുവാനായിട്ട്, ചുറ്റിലും തണലേകുവാനായിട്ട് വൃക്ഷം എന്ത് ചെയ്യുന്നു? വെയിലിനെ തടയുന്നു അല്ലേ? അപ്പോൾ നമുക്ക് തണലേകുകയാണ്, വൃക്ഷം തണലേകുകയാണ്. അപ്പോൾ നല്ലത് ചെയ്യുകയാണ് വൃക്ഷം. അതുപോലെയാണ് ഇവിടെ വയലും എന്ത് ചെയ്യുന്നു? വയലിൽ നന്മകൾ നട്ടു കൊയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അത് നമുക്ക് വിളവ് തരികയാണ്. അപ്പോൾ അതുപോലെ സ്വന്തം ജീവിതം മറ്റുള്ളതിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാട്ടിന്റെ പാലാഴിയിലെ കുഞ്ഞു മുഹമ്മദിന്റെ പ്രവൃത്തികൾ കൂടി വിലയിരുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കൂ. ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചു, ഓർമ്മയുണ്ടോ? ടീച്ചർ ഇന്നലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചപ്പോൾ അതിൽ പഠിപ്പിച്ചിരുന്നു കുഞ്ഞു മുഹമ്മദിന്റെ പ്രവൃത്തികൾ. കുഞ്ഞു മുഹമ്മദിനെ കുറിച്ച് എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതിയല്ലോ. കുഞ്ഞു മുഹമ്മദ് ആരെയാണ് എടുത്തു വളർത്തിയത്? ബാബുരാജിനെ അല്ലേ? ബാബുരാജിന് പാട്ടിൽ കഴിവുള്ളത് കൊണ്ട് എല്ലാം എന്ത് ചെയ്തു? സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് ബാബുരാജിനെ നല്ലൊരു പാട്ടുകാരനാക്കി വളർത്തിയെടുത്തു. അപ്പോൾ കുഞ്ഞു മുഹമ്മദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? വിശകലന കുറിപ്പ് ത്യാഗം ചെയ്ത്, ഇവിടെ വെയിൽ വൃക്ഷം ത്യാഗം ചെയ്തതുപോലെയും വയൽ ത്യാഗം ചെയ്തതുപോലെയും കുഞ്ഞു മുഹമ്മദ് ചെയ്ത ത്യാഗപ്രവൃത്തികൾ നിങ്ങൾക്കറിയാം. അത് വിശകലനം ചെയ്ത് എഴുതാനുള്ളതായിരുന്നു പ്രവർത്തനം 4-ൽ എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, ലെസ്ലി പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ലെസ്ലി പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ബാബുരാജ് എന്നാണോ? KT മുഹമ്മദ് എന്നാണോ?
കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നാണോ? ഏത് പേരിൽ അറിയപ്പെട്ട ലെസ്ലി? കോഴിക്കോട് അബ്ദുൽ ഖാദർ. കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ. പ്രവർത്തനം 5 നോട്ടീസ് തയ്യാറാക്കാൻ. നോട്ടീസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിരുന്നു. ഓടയിൽ നിന്ന് എന്ന കൃതിയുടെ ചലച്ചിത്ര പ്രദർശനം നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്തുന്നു. വിദ്യാരംഗ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് നാട്ടുകാരെയും രക്ഷിതാക്കളെയും ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് തയ്യാറാക്കൂ. കാര്യപരിപാടികളുടെ വിശദീകരണം ഉൾപ്പെടുത്തുമല്ലോ. നോട്ടീസ് തയ്യാറാക്കിയ ശേഷം എന്ത് ചെയ്യണം? അതിന് താഴെ കാര്യപരിപാടികൾ എന്ന് എഴുതി എന്തൊക്കെയാണോ പരിപാടികൾ നിങ്ങൾ അതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഉദ്ഘാടനം, മുഖ്യാതിഥി, അതൊക്കെ പ്രഭാഷണം, ആശംസ, നന്ദി, ഇതൊക്കെ ചേർത്ത് കാര്യപരിപാടികളുടെ വിശദീകരണം ഉൾപ്പെടുത്തി വേണം നോട്ടീസ് തയ്യാറാക്കാനുള്ളത്. അതും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് പ്രവർത്തനം 6 അഭിപ്രായ കുറിപ്പാണ്. ശുദ്ധജലം നിറഞ്ഞ നദികളും തടാകങ്ങളുമുള്ള മനോഹരമായ ഇന്ദ്രപ്രസ്ഥത്തെ നമ്മൾ പരിചയപ്പെട്ടു. താഴെ കൊടുത്ത കവിതാ ഭാഗം വായിക്കൂ. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുകതിന്ന പകലിനും ദ്വേഷമുണ്ട്. മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയാണല്ലേ. അപ്പൊ ഭൂമി മാറുകയാണോ? പഴയതുപോലെ ആണോ ഭൂമി? അല്ലെങ്കിൽ ഭൂമിയിൽ മാറ്റമുണ്ടോ? ഭൂമി മാറുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. ടീച്ചർ പ്രകൃതിയെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ ഭൂമി മാറുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ എന്നതായിരുന്നു പ്രവർത്തനം 6. ഓക്കെ. ഈ 6 പ്രവർത്തനങ്ങളായിരുന്നു ഇന്നത്തെ 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ ആൻസർ എഴുതി കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൻ്റെ അടുത്ത എക്സാമിൻ്റെ പഠിക്കാനുള്ള ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.